ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യത്തിൽ പിന്നോട്ട് പോയത് എന്ന അവകാശവാദം ഉയർത്തിയായിട്ട് അവിടെ കണ്ടു. അത് വസ്തുതാപരമാണ് എന്ന് ചോദിച്ചാൽ അത് വസ്തുതാപരമായിരിക്കും. കാരണം അങ്ങനെ ഇലക്ഷൻ കഴിയുന്നത് വരെയാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആ സമ്മർദ്ദം അവരുടെ മേലില്ല. പക്ഷേ BJPക്ക് തിരിച്ചടി വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ 18% കേരളത്തിലെ ക്രിസ്ത്യൻ ക്രൈസ്തവ ജനസംഖ്യയുള്ളത്, ആ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് ചില നിർണായക മണ്ഡലങ്ങളിലെങ്കിലും തങ്ങൾക്ക് ക്യാൻവാസ് ചെയ്തെടുക്കാം എന്നൊരു തോന്നലിലായിരുന്നു, ആഗ്രഹത്തിലായിരുന്നു. അതേതാണ്ട് നടക്കുകയും ചെയ്തേനെ ഒരർത്ഥത്തിൽ, ഒരളവോളം. അങ്ങനെ അതിന് പക്ഷേ വിഘാതമായിരിക്കുന്നു. കാരണം എന്താണ്, ഇത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് മുന്നിൽ, ക്രൈസ്തവർക്ക് മുമ്പിൽ ഇത് വെളിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് വഖഫ് ഭേദഗതി സംഗതിയൊക്കെ വന്നപ്പോൾ ഈ കാസ പോലുള്ള സംവിധാനങ്ങൾ, പിന്നെ ക്രൈസ്തവരിൽ തന്നെ കുറേ വിഭാഗം ആളുകൾ ഇത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അതായത് അവർക്ക് കിട്ടി. ആദ്യം അവരെ തേടി വന്നപ്പോൾ ഇവർ ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, കുറച്ച് സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്തു ഇവരിൽ പല ഭാഗവും. പക്ഷേ ഇപ്പോൾ അത് അവരെ തേടി വന്നിരിക്കുകയാണ്. അവരെ തേടി വന്നപ്പോൾ അവരോടെല്ലാവരും ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ആളുകൾ ഈ 18% BJPക്ക്, 18%മാണ് കേരളത്തിൽ ക്രൈസ്തവരാകെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് നിർണായകമായ ചില മണ്ഡലങ്ങൾ ഇവർക്ക് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചെടുത്തതെന്ന് ചെറിയ ബുദ്ധിമുട്ട്, ചെറുതല്ലാത്ത ബുദ്ധിമുട്ട് അക്കാര്യത്തിൽ ഇതിനകം തന്നെയും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ ഈ ഇലക്ഷനിൽ മാത്രമല്ല ശ്യാമലി, അതായത് കേരളത്തിലെ പ്രത്യേകമായുള്ള ഈ ജനസംഖ്യാ സംഗതികൾ വെച്ചിട്ട് മുസ്ലിം വോട്ട് എങ്ങനെ ക്യാൻവാസ് ചെയ്യാനും അവർക്ക് സാധിക്കില്ല എന്ന സാഹചര്യമുണ്ട്. 27% വോട്ടുണ്ട്. ഈ 18% വരുന്ന ഈ ക്രൈസ്തവ വോട്ടിലും ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് പിൻവലിച്ചത് പോലും ഒരു ഇലക്ഷൻ മറികടന്ന് പോകാനുള്ള ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ന്യൂനപക്ഷങ്ങളെ, അതായത് ക്രൈസ്തവരും മുസ്ലിങ്ങളുമൊക്കെ അപരരാണ്. അവരുടെ സംവിധാനങ്ങളിൽ മേൽ ഈ ഭൂരിപക്ഷ ഹിന്ദു മതത്തിൻ്റെ രാഷ്ട്രീയ പ്രതിനിധാനമായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ സംഘങ്ങളുടെ നിയന്ത്രണാധികാരത്തിലുള്ള ഈ സർക്കാർ ഈ ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളുടെ സമ്പത്തിലൊക്കെ മതിയായ കർക്കശമായിട്ടുള്ള നിയന്ത്രണം വെക്കണം എന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ പറയുന്നത് ശരിയാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടി വരും ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നത്.